തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, അതിനൊക്കെ ഉപരി അന്തിക്കാട്ടുകാരൻ, തൃശ്ശൂർക്കാരൻ. സുനിലേട്ടാ, എങ്ങനെയുണ്ട്? പൂരം ഇങ്ങോട്ട് എത്തി? പൂരം ഗംഭീരമായിട്ട് എത്തി. ഇന്നലെ തൃശ്ശൂർ നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് പൊരിച്ചു. സാമ്പിൾ കണ്ട? പിന്നെ ഇന്നലെ ഞാൻ സാമ്പിൾ വെടിക്കെട്ട് കണ്ടു. ഗംഭീരമായി. രണ്ട് ടീമും രണ്ടിന് സ്റ്റൈലിലാണ് വെടിക്കെട്ട്. പാറമക്കാവിൻ്റെ സ്റ്റൈൽ വേറെ, തിരുവമ്പാടി സ്റ്റൈൽ വേറെ, രണ്ട് ഗംഭീരമായി. പിന്നെ പണ്ടത്തെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു 20-25 കൊല്ലം മുമ്പുള്ള വെടിക്കെട്ടിൻ്റെ കനം ഇപ്പോഴത്തെ വെടിക്കെട്ടിനില്ല. അതിപ്പോൾ പല നിയന്ത്രണങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. പണ്ടത്തെ വെടിക്കെട്ട് കണ്ട ആൾക്കാർക്ക് ഇപ്പോഴത്തെ വെടിക്കെട്ട് കാണുമ്പോൾ നമുക്ക് ഓലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ തോന്നും. ഇന്നിപ്പോൾ വിളംബരമാണ്, അപ്പോൾ പ്രചരണ തിരക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ മുമ്പിൽ കാണാറുണ്ട്. അല്ല, ഞാൻ ഇത്തവണ തെക്കേ ഗോപുരം എന്നൊക്കെ തുറക്കണ പരിപാടി ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിക്കും വരും. അതിനെനിക്ക് ഇന്ന് തൃശ്ശൂർ ഒല്ലൂർ മണ്ഡലത്തിലെ പര്യടന പരിപാടി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തും. രാത്രി മുതൽ ഇവിടെ ഉണ്ടാവും. നാളത്തെ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും സ്ഥിരമായി ഞാൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കും. എപ്പോഴായിരിക്കും ആദ്യമായിട്ട് പൂരം കണ്ടത്? 1982 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ മുടക്കിയില്ല. 1982 ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുമ്പോൾ ട്രൗസർ ഇട്ട പൂരത്തിന് വന്നത്. അപ്പം അന്ന് തൊട്ടിട്ട് പൂരം മുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് പൂരം കാണാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ പൂരം ആസ്വദിക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പൂരം വെടിക്കെട്ടും ആ പരിപാടികൾ അന്ന് തൊട്ട് കണ്ടു. അന്ന് ഒറ്റയ്ക്കായിരുന്നു? അല്ല, എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ കല്യാണം കഴിച്ചു. അവർ എന്നെ കൊണ്ടുവന്നതാണ്. അതിനുശേഷം പിന്നെ പൂരം ശരിക്കും എൻജോയ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ലഹരിയിലേക്ക് വന്നത് 85-ല് ഞാൻ ഡിഗ്രിക്ക് ഇവിടെ വന്ന് ചേർന്നു കേരള കോളേജിൽ. അന്ന് മുതൽ പിന്നെ പൂരത്തിൻ്റെ മുക്കിലും മൂലയിലും അതിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ ഹരം വന്നു. പിന്നെ ഞാൻ ചേർപ്പ് മണ്ഡലത്തിലെ MLA ഇപ്പോൾ ആറാട്ടുപുഴ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂര കമ്മിറ്റികളും പിന്നെ കമ്മിറ്റികളായിട്ടുള്ള ബന്ധം വരുന്നത് 2006 മുതൽ. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കമ്മിറ്റിക്കാരും പൂരം നടത്തിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടപെടലും. പിന്നെ ഇവിടെ 2016 ഇവിടുത്തെ MLA കൂടി ആയോട് കൂടിയിട്ട് പിന്നെ നമ്മളിതിൻ്റെ കമ്മിറ്റിക്കാരെ പോലെയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ 82 തൊട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര കൊല്ലമായി? 18, 24, 32, 42 കൊല്ലമായി. 42 കൊല്ലമായിട്ട് പൂരം തുടങ്ങിയിട്ടില്ല. ഇത്രയും കാലത്തിനിടയ്ക്കുള്ള പൂരത്തിൻ്റെ ഒരു ഗ്രാജുവലുള്ള മാറ്റം അതെങ്ങനെയാണ്? അത് പൂരത്തിന് ചടങ്ങുകൾക്കൊന്നും മാറ്റില്ല. കാരണം ചടങ്ങുകളൊക്കെ അതിൻ്റെ തനിമയിലും ഒറിജിനാലിറ്റിയിലും അവർ ഈ ചടങ്ങുകൾക്കൊന്നും മാറ്റില്ല. പിന്നെ വെടിക്കെട്ടിൽ ഭയങ്കര മാറ്റം. വെടിക്കെട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ടെന്ന് വെച്ചാൽ കാവുമ്പോൾ ചോന്നുകൊണ്ടില്ലേ മറ്റേ ഇതൊക്കെ ഇറക്കി വയ്ക്കുകയാണതൊക്കെ. അന്ന് ഈ വലിയ ഗുണ്ടൊക്കെ വയ്ക്കുന്ന ആ കുഴികളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കുഴികളുണ്ട്. ഇപ്പോൾ പ്രസവം ഭയങ്കര കൺട്രോളുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ട് ഗർഭം കലക്കി എന്നൊക്കെ പറയുന്ന ഗുണ്ടുകളൊന്നും പിന്നെ കുഴിമിന്നിയൊന്നും പണ്ടത്തെ പോലെ ഇല്ലല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ തെക്കേ ഗോപുരം തുറക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അന്ന് തേതിലക്കാവ് ഭഗവതി വളരെ കുറച്ച് ആൾക്കാരായിട്ട് വന്ന് അപ്പോൾ അത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ട് തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ 2019 ഒരു വിവാദം ഉണ്ടായി. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ വരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളൊക്കെ ഇടപെട്ടെന്ന് രാമനെ കൊണ്ട് തുറപ്പിച്ചില്ല. അതോടുകൂടി പിന്നെ ഗംഭീരമായ ഒരു ആൾക്കൂട്ടായി, മിനി പൂരത്തിൻ്റെ ആൾക്കൂട്ടായി. ഇപ്പം പിന്നെ ചെറുപൂരങ്ങളൊക്കെ ഓരോ കൊല്ലം ചെല്ലുന്തോറും അതിൻ്റെ ഗാംഭീര്യത വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ചെറുപൂരങ്ങളൊന്നും അത്ര വലിയ പൂരങ്ങളായിട്ട് വരാറില്ല. ഇപ്പോൾ എല്ലാ ചെറുപൂരങ്ങളും വലിയ വലിയ ജനക്കൂട്ടവും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. മുമ്പത്തേക്കാളേക്കാണ് ഭയങ്കര തിരക്കാണ്. പിന്നെ കാണുന്നൊരു കാര്യം, ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് കാണുന്നൊരു പെൺകുട്ടികൾ ധാരാളമായിട്ട് പൂരം കാണാൻ. പണ്ടൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളൊന്നും ഞങ്ങളുടെ കൂടെ പൂരം കാണാൻ വരില്ല. കാരണം വെച്ചാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും, പ്രശ്നമൊക്കെ ആവും. ഇപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നും കാണാനില്ല. പെൺകുട്ടികളൊക്കെ ധൈര്യപൂർവ്വം പൂരത്തിൽ വരുന്നു, പൂരം എൻജോയ് ചെയ്യുന്നു. നാട്ടിൻപുറത്തെ പൂരങ്ങളിലൊക്കെ പെൺകുട്ടികളും പ്രത്യേകമായിട്ട് ഇപ്പോൾ മേളത്തിനൊപ്പം ആൺപിള്ളേരെ പോലെ ചാടി, ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് തൃശ്ശൂർ പൂരത്തിലും നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കുടമാറ്റം എന്നുള്ള ഒരു വിസ്മയം നടക്കുന്നൊരു സ്ഥലമാണ്. ഇതിന് നടുക്ക് നിന്നിട്ട് സുനിലേട്ടൻ കണ്ടിട്ടുണ്ടാവല്ലോ. ഞാൻ ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇതിനുള്ളിൽ നിന്നിട്ട് അതൊരു ഭയങ്കര
ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എനിക്ക് ഒരു രോമാഞ്ചം വരുന്നത്. ആ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ അലിഞ്ഞ് നമ്മളെന്താ പറയുക, എനിക്കത് പോയി നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ, നമ്മുടെ ജല്ലിക്കെട്ട് എന്ന സിനിമ ഇറങ്ങിയില്ലേ, അവസാനത്തെ ഒരു രംഗം ഉണ്ടല്ലോ, ആളുകളിങ്ങനെ ചെളിയിലൊക്കെ കുത്തി പറയുന്ന രംഗം പോലെ എനിക്ക് ആ പണ്ട് ഈ പൂരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഓർമ്മയാണ് ആ സിനിമയുടെ രംഗം കണ്ടത്. അതുപോലെയാണ് ഈ പൂരത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ കൂട്ടുകാരെ കൂടി ഒരുമിച്ച് നിന്നിട്ട് ലഹള വെച്ച് ബഹളം ഉണ്ടാക്കി ഓരോ സൈഡിലും കുട മാറുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ദേശത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടാവും. അതിന് പകരം നമ്മൾ ദേശത്തിൻ്റെ ഭാഗമല്ലാതെ നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് പൂരം കാണുമ്പോൾ ഭയങ്കര രസമാണ്. എല്ലാം നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഓരോ കുടകളുമൊക്കെ വരുമ്പോഴേ അതൊരു ഗംഭീര രസമായിട്ടൊരു കാര്യം. അപ്പം എന്തായാലും ഇത്തവണയും അതിഗംഭീരമായൊരു പൂരം തന്നെ നമുക്ക് കാണാം. അതിഗംഭീരമായിരിക്കും. തീർച്ചയായും.